ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് നമ്മൾ അടിപൊളി കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അപ്പുറത്തുനിന്ന് ഇവിടെ വന്നത് പള്ളിയിലേ പ്രാർത്ഥന നടക്കുന്നു, സൗണ്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒന്നും കേൾക്കത്തില്ല, രാവിലെയല്ലേ, അതുകൊണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ ഇവിടെ അടുക്കള വാതിലിൽ വന്ന് നിന്ന് സുപ്പു വീഡിയോ എടുക്കുന്നത്. അടിപൊളി കിടുക്കാച്ചി ഒരു ബ്യൂട്ടി ടിപ്പാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. 5 സാധനങ്ങൾ മാത്രം മതി. നിങ്ങൾ 5 കൂട്ടം ഒന്നും കേൾക്കുമ്പോഴേ ഓടരുത്, അവിടെ നിൽക്കിന് കേട്ടോ. നമ്മളെപ്പോഴും എടുക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്, കിടുക്കാച്ചി ഐറ്റങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. 5 കൂട്ടം എന്ന് പറയുമ്പോൾ ചിലർ ഓടിപ്പോവല്ലേ, അവിടെ ഇരിക്കുക എന്ന് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ 5 കൂട്ടം ഏതൊക്കെയാണെന്ന് പറയാം. കാപ്പിപ്പൊടിക്കുട്ടൻ ഇല്ലാത്ത കാര്യമില്ലല്ലോ. ഞാൻ ഒരെണ്ണം എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതെല്ലാം അളവ് കൂട്ടാം. ഇതിപ്പം ഒന്നെന്നുള്ളത് 2 ആക്കാം കേട്ടോ. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഞാനെപ്പോഴും ഒരു പാക്കറ്റാണ് എടുക്കുന്നത് കാപ്പിപ്പൊടി. പിന്നെ നമുക്ക് അലോവേര ജെല്ല് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ കൂട്ടണയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട റോസ് വാട്ടർ. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ എന്തോ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഞാനിപ്പം നമ്മുടെ ബേബി ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. എന്നും പറഞ്ഞ് പാം ഓയിലൊന്നും നിങ്ങൾ എടുക്കരുത് കേട്ടോ. ആൽമണ്ട് ഓയിലോ ബേബി ഓയിലോ ഒക്കെ നമുക്ക് ഇതിന് എടുക്കാം. ഇത് നമ്മളിന്ന് ചെയ്യുന്നത് എന്താണ്, കോഫി ക്രീം കേട്ടോ. ഞാൻ നേരത്തെയും ചെയ്തിട്ടുണ്ട്, ഇടുന്നതാണ്. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാം ഒരേ അളവ് തന്നെയാണ്. ഇതിപ്പം നമ്മുടെ കാപ്പിപ്പൊടി കൂട്ടനെ തട്ടിപ്പൊട്ടിച്ചങ്ങോട്ട് ഇടാം കേട്ടോ. ഈ സുപ്പ് ചെയ്ത് കാണിക്കുന്നത് എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടോ, അതോ കള്ളത്തരമാണോ, സുപ്പിനെ കളിപ്പിക്കുവാണോ? പറന്നു പോവും ചിലപ്പം കേട്ടോ. അതാ സൂക്ഷിച്ചൊക്കെ എടുക്കണം. ഒരു പാക്കറ്റ് അറിയാമല്ലോ നിങ്ങൾക്ക്, ഇത്രയും തന്നെ മതി. എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യുമ്പം ഇത്തിരി ഏറെ കിട്ടും. ഞാൻ എപ്പോഴും ഇത്ര അളവാണ് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ കാപ്പിപ്പൊടി എടുത്തു, അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അലോവേര ജെല്ലെടുക്കാം. അല്ലെങ്കിൽ പിന്നെ മറ്റവന്മാരെല്ലാം എടുത്തു കഴിഞ്ഞാൽ അലോവേര ജെല്ലിനകത്ത് നമ്മൾ അങ്ങോട്ട് ഇടുമ്പോഴുണ്ടല്ലോ നല്ല മണോ. അലോവേര ജെല്ല് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരേ അളവിൽ കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ വയ്ക്കുമ്പം കാണാക്കത്തില്ല കേട്ടോ. അലോവേര ജെല്ലിട്ട് ഇനി നമുക്ക് ഗ്ലിസറിൻ കുട്ടനെ ഒഴിച്ചു കൊടുക്കാം. തീർന്നില്ല കേട്ടോ, ഇത്തിരിയും കൂടെ ഉണ്ട്, വേറെ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നാൾ വാങ്ങിച്ചായിരുന്നു. ഇതൊരു അത്രയും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഗ്ലിസറിൻ കുട്ടന് ഒരരയൊക്കെ മതി കേട്ടോ, ഒരരയൊക്കെ മതി. അവനെയും നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് റോസ് വാട്ടർ അതും ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്ത് വരുമ്പോൾ അതൊരു ക്രീം രൂപത്തിലാവണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബേബി ഓയിൽ, ഞാൻ എപ്പോഴും ബേബി ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം, ആൽമണ്ട് ഓയിലുണ്ടെങ്കിൽ അതും ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഇതിന് ഈ നമ്മുടെ ബേബി ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. ബേബി ഓയിൽ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ ക്രീം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. കിടുവാണ് കേട്ടോ. ഇതൊക്കെ അങ്ങോട്ട് ചെയ്ത് അങ്ങോട്ട് മുഖത്തിട്ടാലുണ്ടല്ലോ, കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കി കൊതിയെന്നോണേ പറയുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. കണ്ടോ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. എളുപ്പത്തിനാണല്ലോ സുപ്പ് എല്ലാം ചെയ്ത് കാണിക്കുന്നത്. എല്ലാം നല്ല റിസൾട്ട് കിട്ടുന്ന പായ്ക്കുകൾ തന്നെയാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല. നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. വേറെ ഒന്നും ഇനി ഒഴിക്കേണ്ട. നമ്മുടെ അത്രയും തന്നെ മതി കേട്ടോ. അളവുകൾ കൂട്ടാം നമുക്ക്. 2 എന്നുള്ളത് 2 പാക്കറ്റ് കാപ്പിപ്പൊടി എടുക്കാം. എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം, ഒരേ അളവിന്. പിന്നെ നമ്മുടെ ഈ ഗ്ലിസറിൻ കുട്ടൻ മാത്രം 1 സ്പൂൺ എടുക്കണ്ട കേട്ടോ, ബാക്കിയല്ല കറക്റ്റ്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ
നമ്മുടെ കോഫി ക്രീമൊക്കെ ഇവിടെ സെറ്റായി. എളുപ്പത്തിനില്ലേ നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. ആദ്യം തന്നെ നമ്മുടെ മേക്കപ്പുകളെല്ലാം ഊരി മാറ്റണം കേട്ടോ. മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്ന് നമുക്കിതേ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എളുപ്പത്തിനുണ്ടാക്കുന്നത്. പക്ഷേ 5 കൂട്ടെന്ന് പറയുമ്പോൾ ചിലർ പേടിച്ചുവിടും. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെ പേടിച്ചു പോകേണ്ട കാര്യമില്ല. സൂപ്പറായത് കേട്ടോ. ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല മുഖത്തിന് നല്ല നിറമൊക്കെ കിട്ടാൻ നല്ലതാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവും. നേരത്തെയൊക്കെ ഒരു ചെറിയ മുഖക്കുരുവൊക്കെ വന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒട്ടുമേ ഇല്ല കേട്ടോ. നമ്മൾ ഈ പായ്ക്കൊക്കെ ഇടുന്നതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്ക് തണുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ മുഖത്ത്. എനിക്ക് തോന്നുന്നത് അതാണ് കേട്ടോ. നമ്മൾ ഈ ഇടുന്ന പായ്ക്കുകളെല്ലാം നല്ല തണുപ്പുള്ള പായ്ക്കുകളല്ലേ. ഇപ്പം നമുക്ക് ഈ ചൂട് കാലാവസ്ഥയിൽ അടി വാങ്ങിക്കുന്നതിന് കേട്ടോ. ചൂട് കാലാവസ്ഥയിൽ നമുക്ക് ഇതുപോലെയുള്ളതൊക്കെ ചെയ്ത് പോകാം. ഒരു വലിയൊരു ഈച്ച കിടന്ന് അവൻ ആ ഇരയ്ക്കുന്ന ശബ്ദം കേട്ടോ അവൻ വെറുതെ വന്ന് അലമ്പുണ്ടാക്കുന്നു. ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വെച്ചേക്ക് ഒന്നും വേണ്ട. നമ്മൾ ഇത് മിക്സ് ചെയ്ത് നിങ്ങളങ്ങോട്ട് പുരട്ടി അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് മസാജൊക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെറിയ രീതിയിൽ മസാജൊക്കെ അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നല്ല സോഫ്റ്റ് ആവും. ഇതിപ്പോൾ അതൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്ത് കേട്ടോ. കവിളൊക്കെ ഉള്ളവർ, എൻ്റെ കവിളൊക്കെ പോയി കേട്ടോ. എൻ്റെ കവിളൊക്കെ വണ്ണം പോകുമ്പോൾ നമ്മുടെ കവിളൊക്കെ അങ്ങ് പോവും. അപ്പോഴതേ ഇങ്ങനെ നമുക്കൊരു 10 പ്രാവശ്യമൊക്കെ ഇങ്ങനെ മസാജൊക്കെ കൊടുക്കാം. നല്ല കൂളിങ്. നമ്മളിത് പുരട്ടുമ്പോൾ തന്നെ നല്ല തണുപ്പാണ് കേട്ടോ. അലോവേര ജെല്ലിൻ്റെയൊക്കെ തന്നെ നല്ല തണുപ്പാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ നമുക്ക് ഇരട്ടത്താടിയൊക്കെ വരാതിരിക്കാനും ഒക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ചിലർക്കൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കങ്ങനില്ല. അതൊക്കെ മാറി കിട്ടുമ്പോൾ നമ്മുടെ പുരികത്തിൻ്റെ ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പുരികയൊക്കെ എനിക്ക് പുരിക ഇത്രയൊന്നും ഇല്ലായിരുന്നു. ഞാൻ എടുത്തെടുത്ത് എന്തായാലും ഇത്തിരിയൊക്കെ ആയി കേട്ടോ നമ്മുടെ പുരികമൊക്കെ ഇങ്ങനെ. പിന്നെ നമ്മുടെ നെറ്റിയിലെ ചുളിവൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. കുഞ്ഞു കുഞ്ഞു മസാജുകളൊക്കെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എണ്ണയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. തടി പിടിക്കുന്നത് പോലൊന്നും പിടിച്ച് കളയരുത് നിങ്ങൾ. പയ്യനെ നമുക്ക് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ല, അവിടെ ഒരു പൂച്ചക്കുട്ടി കിടക്കുന്നു കേട്ടോ. പൂച്ചക്കുട്ടിയല്ല, അവൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമോ കേട്ടോ. അതാണ് ഞാനിങ്ങനെ നോക്കുന്നത്. അപ്പോഴതേ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങളിങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. കുഞ്ഞു ഇതേ പാത്തിരിക്കുന്ന ബ്ലഡൊക്കെ ഒന്ന് ചാടി കൂടി നടക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. എന്നിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. എന്നിട്ട് നമുക്ക് തുടച്ച് മാറ്റാം കേട്ടോ. ഈ ചുണ്ടിൻ്റെ ഈ 2 വശത്തൊക്കെ ഈ കറുപ്പുകളും അതൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. ചുണ്ടൊക്കെ ചുമപ്പിക്കാനുള്ള മരുന്നുകളൊക്കെ സൂപ്പ് പറഞ്ഞു തരാം കേട്ടോ. നമ്മളൊക്കെ സിഗരറ്റ് കുടിച്ചതിൻ്റെ കൂട്ടൊക്കെ ഇരിക്കത്തില്ലേ നമ്മുടെ ചുണ്ട്. അപ്പോഴതിനൊക്കെയുള്ള മരുന്നൊക്കെ സൂപ്പ് പറഞ്ഞു തരാം കേട്ടോ. വെയിറ്റ് ചെയ്യുക. നമുക്കിങ്ങനെ ഓരോന്ന് ഇതാണെന്ന് തോന്നുന്നു കൂടുതൽ നമുക്ക് അല്ലേ. കോളേജിൽ പോകുന്നവർക്കും വീടുകളിലൊക്കെ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇതൊക്കെ ചെയ്യാം. എളുപ്പത്തിന് ചെയ്യാം. അപ്പോഴേ നമ്മുടെ ചെറുതായിട്ടുള്ള മസാജുകളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കാം കേട്ടോ. അപ്പോഴേ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ. അപ്പോഴെല്ലാവരും ഈ കോഫി ക്രീം ചെയ്ത് നോക്കണം.
പേരങ്ങ് വലിയ അങ്ങേറ്റത്തെ പേരൊക്കെയാണ്. എന്നാലും ഇതിനകത്തുള്ള സംഭവങ്ങളെല്ലാം കിടുക്കാച്ചി ഐറ്റങ്ങളാണ് എന്നും നമ്മളെടുക്കുന്ന നമ്മുടെ കിടുക്കാച്ചി ഐറ്റങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ. അതേ നമ്മുടെ പായ്ക്കൊക്കെ അടിപൊളിയായിട്ട് വന്നു കേട്ടോ. അടിപൊളിയായിട്ട് 10-15 മിനിറ്റ് ഞാൻ ഇരുന്നു കേട്ടോ. ഇനി നമുക്ക് തുടച്ച് മാറ്റാം. ഞാൻ ഫുള്ള് കഴിക്കൊണ്ട് വരാമേ. ഇത് ഉണങ്ങി പിടിക്കത്തൊന്നുമില്ല. നമ്മുടെ ബേബി ഓയിലൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ഉണങ്ങിയൊന്നും പിടിക്കത്തില്ല. എളുപ്പം നമുക്ക് കഴുകിയെടുക്കാം. മറ്റേതാണ് പാട്. മറ്റേ നമ്മൾ വേറെ പായ്ക്കിലാക്കി ഇടുമല്ലോ. അപ്പോഴതാണിത് നല്ല സോഫ്റ്റാവും കേട്ടോ. നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റാണ് ഇത് തേക്കുമ്പോൾ. അപ്പോഴും ഞാൻ കഴുകിക്കൊണ്ട് വരാം. ഞാൻ പായ്ക്ക് ഇട്ട് അത് കഴുകി മാറ്റുന്നത് കാണാൻ എൻ്റെ അടുത്ത് തന്നെ ഒരു കാക്കച്ചി ഇരിപ്പുണ്ട് കേട്ടോ. നമുക്കത് കണ്ടേ പറ്റത്തുള്ളൂ. പായ്ക്ക് ഇട്ട് കഴുകുന്നത് മറന്നുപോയി കേട്ടോ. നമ്മുടെ മൂക്കിനകത്തൊക്കെ കാപ്പിപ്പൊടിയൊക്കെ കയറിപ്പോകും. അതൊക്കെ തുടച്ച് മാറ്റണം കേട്ടോ. നല്ല കളറ് കിട്ടും. അപ്പോഴേ നല്ല സോഫ്റ്റായി മുഖം. എന്താ സുഖം! ഇത്രയും നല്ല മുഖമൊക്കെ കിട്ടുമോ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ കിടുക്കാച്ച് എന്താ രസം! നല്ല സോഫ്റ്റാവും കേട്ടോ. സരസു എന്നെ കണ്ടാലേ സരസുവിനെ തിരിച്ചറിയാൻ പറ്റത്തില്ല. അത്രയ്ക്കും നല്ല മുഖമായിട്ട് കിട്ടും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം. ഇത് നല്ല സൂപ്പർ കേട്ടോ. കവിളൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും ഇതൊക്കെ ചെയ്യാൻ. ഇത് ഇങ്ങനെ അങ്ങോട്ട് മസാജൊക്കെ ചെയ്യുമ്പോൾ എന്താ രസമെന്നറിയാമോ. എൻ്റെ കവിള പോയി കേട്ടോ. എന്നാലും ഉള്ള കവിളം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയും കവിളൊക്കെ തുടുക്കാനുള്ള ചില താന്ത്രിക വിദ്യകളുമായിട്ട് സുപ്പ് വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് അടിപൊളി മാന്ത്രിക വിദ്യകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് വണ്ണം കുറച്ച് വയ്ക്കുന്നത് നല്ലതാണ്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ ഇച്ചിരി ഒന്ന് മാറിക്കിട്ടി സത്യം കേട്ടോ. വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോഴിപ്പം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയും പോകുന്നു കേട്ടോ. വെയിറ്റൊക്കെ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ണമുള്ളവർക്ക് ഈ കവിളിന് വണ്ണം പോകുമ്പോൾ മുഖത്തെ വണ്ണം പോകുമ്പോൾ വൃത്തികേടാണ്. അതാണ് വിഷമം വരുന്നത്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് സുപ്പുനെ അറിയിക്കണം. നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കുമെന്ന വിശ്വാസത്തോടെ സുപ്പുമണി പോവുകയാണേ. ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോവുകയാണ്. ഞാൻ നോക്കട്ടെ നമ്മുടെ ഇതിനകത്ത് കൊണ്ടോ. എൻ്റെ കണ്ണട എടുത്ത് വെച്ച് നോക്കിയത് ഞാൻ. നല്ല കളറുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എന്താ മാറ്റം! അടിപൊളി കിടക്കുക വെച്ച് സ്വയം അങ്ങ് പുകഴ്ത്തുക. അപ്പോഴിനി അത് നിങ്ങൾ കമൻറ്റിൽ കൂടിയൊക്കെ അറിയിച്ചോളൂ കേട്ടോ. വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ സുപ്പുവിൻ്റെ മുഖത്ത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല റിസൾട്ടാണ് നമുക്ക്. ഇവിടെ തന്നെ നമ്മളങ്ങ് കഴിയും. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇവിടെ ഞായറാഴ്ചയല്ലേ, എല്ലാവരുമൊക്കെ വീട്ടിലുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ ഉച്ച കഴിഞ്ഞാണല്ലോ നമുക്ക് കുടുംബശ്രീക്കൊക്കെ പോകണം. ഉച്ച കഴിഞ്ഞ് കേട്ടോ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.